എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഹിന. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഏകീകൃത തിരിച്ചറിയൽ കാർഡ് UDID കാർഡിനെ സംബന്ധിച്ചും സാമൂഹിക നീതി വകുപ്പിനെ വിവിധ പദ്ധതികളെ കുറിച്ചുമുള്ള സംശയങ്ങൾ മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തി മൈൻഡ് ട്രസ്റ്റിന്റെ ഉണവ് പ്രോജക്റ്റിന്റെ ഇന്നത്തെ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെക്ഷന് നേതൃത്വം നൽകുന്നത് സാമൂഹ്യ നീതി ഡയറക്ടറേറ്റിലെ സംസ്ഥാന പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സുരേഷൻ പുതിയടത്താണ്. സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഏതായാലും നമുക്ക് തുടങ്ങാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് തന്നെ അറിയുന്നുണ്ടാവാം, അറിയാത്ത ആളുകളാണോ കൂടുതലൊന്നും അറിയില്ല. ഏതായാലും മൈൻഡ് ട്രസ്റ്റുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധത്തിലുള്ള ഒരാളാണ്. കൃഷ്ണകുമാറുമായിട്ടും മൈൻഡിലെ കുറേ അംഗങ്ങളുമായി നല്ല ബന്ധമുണ്ട്. കഴിഞ്ഞ കൊറോണ കാലത്ത് ഞാനൊരു ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു. RPWD ആക്റ്റുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് മൈൻഡിൻ്റെ ആളുകൾ എനിക്ക് മൈൻഡിൽ തന്നെ ഒരു അംഗമായ, എനിക്ക് തോന്നുന്നത് വയനാട്ടിലെ അഖിലാണെന്ന്, അഖിൽ വരച്ച എൻ്റെ ഒരു ഫോട്ടോ എനിക്ക് പ്രസൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ സന്തോഷമുണ്ട്. പിന്നെ ഏതായാലും പറഞ്ഞിരിക്കുന്നത് UDID കുറിച്ച് സംസാരിക്കാനാണ് പറഞ്ഞത്. എനിക്കറിയില്ല നിങ്ങളുടെ സംശയം മുഴുവനും എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും പരമാവധി ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ഡിസ്കസ് ചെയ്ത് ഞാൻ നിങ്ങളെ, അതായത് ഷാഹിന എന്ന കോർഡിനേറ്ററെ ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതായിരിക്കും. കാരണം എല്ലാം പേർക്ക് തീർക്കാൻ പറ്റുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. ഐ വിൽ ട്രൈ. ഓക്കെ. ഏതായാലും എന്നോട് പറഞ്ഞിരുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. അതായത് സാമൂഹ്യക്ഷേമ വകുപ്പ് 1975 സെപ്റ്റംബർ 9 കേരളത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് രൂപീകരിക്കുന്നത്. ഇത് പിന്നീട് 2012 ഇതിന്റെ പേരൊന്ന് പുനർനാമകരണം ചെയ്യുകയും സാമൂഹ്യക്ഷേമ വകുപ്പ് എന്നുള്ളത് മാറ്റി സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പേര് മാറ്റുകയും ചെയ്തു. കാരണം ക്ഷേമം എന്നുള്ളത് മറ്റൊരു തരത്തിൽ പോകുന്നത് കൊണ്ട് നീതിയാണ് ആവശ്യം എന്നുള്ളത് കൊണ്ടാണ് സാമൂഹ്യ നീതി എന്നുള്ള പേരിലോട്ട് 2012 മാറ്റം വരുത്തിയത്. പിന്നീട് 2017 ഈ വകുപ്പിനെ വിഭജിച്ച് രണ്ടാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒന്ന് വനിതാ ശിശു വികസന വകുപ്പും ഒന്ന് സാമൂഹ്യ നീതി വകുപ്പുമായി. അങ്ങനെ രണ്ട് വകുപ്പായി. സാമൂഹിക വകുപ്പ് വളരെ ചെറിയൊരു വകുപ്പായി മാറി. വനിതാ ശിശു വികസന വകുപ്പ് വലിയൊരു വകുപ്പായിട്ട് അങ്ങനെ വേറെ തന്നെ പോവുകയും ചെയ്തു. 2019 ആയതോടുകൂടി ഈ വകുപ്പ് വിഭജനം പൂർണ്ണമായും പൂർത്തീകരിക്കുകയും സാമൂഹ്യ നീതി വകുപ്പ് വേറെയും വനിതാ ശിശു വികസന വകുപ്പ് വേറെയുമായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സാമൂഹ്യനീതി വകുപ്പിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഒന്ന് വയോജനങ്ങളാണ്. അത് പ്രായമായിട്ടുള്ള ആളുകളാണ് ഒരു ഗുണഭോക്താക്കള്. പിന്നെയുള്ളത് ഭിന്നശേഷിക്കാരാണ്. നമ്മുടെ ഭിന്നശേഷിക്കാർ ഒരു ഗുണഭോക്താക്കളാണ്. പിന്നെ പ്രൊബേഷൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. പ്രൊബേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജയിലിൽ പോയി കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്ന, ചെറിയ ശിക്ഷകളൊക്കെ അനുഭവിച്ചു വന്ന ആളുകളെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാൻ വേണ്ടി അവരെ എന്തെങ്കിലും തൊഴിലൊക്കെ പരിശീലിപ്പിച്ച് വീണ്ടും കുറ്റങ്ങളിലേക്ക് പോകാതെ അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പ്രൊബേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി. പിന്നെ ട്രാൻസ്ജെൻഡർ നിങ്ങൾ കേട്ട് കാണും. ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും സാമൂഹിക വകുപ്പ് വഴിയാണ് നടപ്പിലാക്കുന്നത്. പിന്നീട് മറ്റ് ദുർബല ജനവിഭാഗങ്ങളെല്ലാം തന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരും. സാമൂഹ്യനീതി വകുപ്പ് വിവിധ ഏജൻസികൾ വഴിയാണ് നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. അതിലൊന്നാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ. എല്ലാവരും കേട്ട് കാണുമല്ലോ. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ എന്ന് പറയുന്നത് സാമൂഹ്യ വകുപ്പിന്റെ ഒരു ഏജൻസിയാണ്. പിന്നെയുള്ളത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. പിന്നീടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, നിഷി എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, കേൾവി സംസാര പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. അതും സാമൂഹിക വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ളത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലുള്ള നിപ്മർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. നിപ്മർ എല്ലാവരും കേട്ട് കാണും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ആണ് അതിന്റെ ഫുൾ ഫോം. അതായത് നമ്മുടെ ഫിസിക്കൽ മെഡിസിന് വേണ്ടി, അതുപോലെ തന്നെ ഓട്ടിസം ഉള്ള ആളുകൾക്ക് വേണ്ടി, അതുപോലെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നിപ്മർ. തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലാണ് അത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഉള്ളത് ഭിന്നശേഷി കമ്മീഷണറാണ്. ഭിന്നശേഷി കമ്മീഷൻ നമുക്കറിയാം, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഈ RPWD ആക്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ഭിന്നശേഷി കമ്മീഷണർ വഴിയാണ്. ഭിന്നശേഷി കമ്മീഷണറേറ്റും പ്രവർത്തിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ്. ഇത്രയുമാണ് സാമൂഹ്യനീതി വകുപ്പിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും.
എന്നാലും ഇതാണ് സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ള നമുക്ക് UDID കാർഡ് എന്ന് പറഞ്ഞതാണ്. എന്താണ് UDID കാർഡ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭിന്നശേഷിയുള്ളവർക്കായിട്ട് ഒരു ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ UDID എന്ന് പറയുന്ന UDID കാർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യുണീക്ക് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചത്. അതായത് ഭിന്നശേഷിയുള്ളവരുടെ മൊത്തം ഒരു ദേശീയമായിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. UDID പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് സർക്കാർ നിയമിച്ച യോഗ്യതയുള്ള മെഡിക്കൽ അധികാരികളാണ് ഈ ഭിന്നശേഷിക്കാർക്കുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡും നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ UDID കാർഡിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. മുമ്പ് നമ്മൾ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടായാലും നമ്മൾ അപേക്ഷിക്കുന്നത് മാനുവൽ ആയിട്ടായിരുന്നു. നമ്മൾ അപേക്ഷ പൂരിപ്പിച്ച് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രികളിലോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളിലോ മെഡിക്കൽ ബോർഡിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ അത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് സാധ്യതയില്ല. പകരം ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും UDID കാർഡിന് വേണ്ടിയിട്ടും അപേക്ഷ കൊടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ടുള്ള സൈറ്റിന്റെ പേരാണ് സ്വാവലംബൻ കാർഡ് എന്ന് പറയുന്ന സൈറ്റാണ്. www.swavalambancard.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ ഈ അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കയറേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, www.swavalambancard.gov.in. സ്വാവലംബൻ എന്ന് ജസ്റ്റ് അടിച്ചാൽ മതി, WALAMBAN എന്ന് അടിച്ച് സ്വാവലംബൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് കിട്ടും. നമുക്ക് അതിലോട്ട് കയറാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് കൊടുക്കുക, അതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിലെ സുതാര്യത ഉറപ്പുവരുത്തുക, കാര്യക്ഷമത ഉറപ്പുവരുത്തുക, എളുപ്പമാക്കുക എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഏകീകൃത UDID കാർഡ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഇത് ആർക്കൊക്കെ ഇത് അപേക്ഷിക്കാം? ഈ ഒരു UDID കാർഡിനെ അപേക്ഷിക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? അതായത് നമുക്ക് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഭിന്നശേഷിയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് വഴി UDID കാർഡിന് അപേക്ഷിക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാം? പൂർണ്ണമായിട്ട് ഭിന്നശേഷിക്കാരനാവണമെന്നില്ല, പൂർണ്ണമായിട്ടുള്ളതാവാം, ഭാഗികമായിട്ടുള്ളതാവാം. ഇവർക്ക് ഏതൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യൻ പൗരന് എന്ത് ചെയ്യാം? ഈ സൈറ്റ് വഴി UDID കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ഒരു കളർ ഫോട്ടോ വേണം, ഭിന്നശേഷിക്കാരൻ്റെ ഒരു കളർ ഫോട്ടോ, അതുപോലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, അതായത് നേരത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളാണെങ്കിൽ ആ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൂടി അതിൽ അപ്ലോഡ് ചെയ്യണം. അതല്ല ഭിന്നശേഷി സർട്ടിഫിക്കറ്റും കൂടി പുതിയതായിട്ട് വേണ്ട ആളുകളാണെങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൂടി ആ സൈറ്റിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഓൾറെഡി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അതിന്റെ കൂടെ അപ്ലോഡ് ചെയ്താൽ മതി. ഇല്ലാത്തവരാണെങ്കിൽ UDID കാർഡിന്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ കൂടി കൊടുക്കേണ്ടതുണ്ട്. പിന്നെയുള്ളത് ആധാറിന്റെ വിശദാംശങ്ങളാണ് വേണ്ടത്. ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുക്കണം. പിന്നെ മേൽവിലാസത്തിനുള്ള തെളിവ്, നമ്മുടെ മേൽവിലാസം എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക, അതിനുള്ള തെളിവ് ഏതാണോ, റേഷൻ കാർഡാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാസ്പോർട്ടിന്റെ കോപ്പിയാണോ, അങ്ങനെ എന്തെങ്കിലും അതിന്റെ മേൽവിലാസത്തിനുള്ള ഒരു തെളിവ് കൂടി ഈ അപേക്ഷയിൽ വെക്കേണ്ടതുണ്ട്. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ വെക്കുമ്പോൾ ഫോട്ടോക്ക് ഒരു സൈസ് വേണം. ഇത്ര ഒരുപാട് വലിയ ഫോട്ടോസോ അതൊന്നും അതിൽ കയറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഫോട്ടോ അപ്ലിക്കന്റിന്റെ ഫോട്ടോ സൈസ് 15 മുതൽ 100 KB വരെ ആയിരിക്കണം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് JPG ആവാം, JPG ആവാം, JPEG ആവാം, JPG ആവാം, GIF ആവാം ആൻഡ് PNG ആവാം. ഈ ഫോർമാറ്റിലുള്ള 15 മുതൽ 100 KB ഒരു ഫോട്ടോ ആയിരിക്കണം ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ഉള്ളത് അപ്ലിക്കന്റിന്റെ സിഗ്നേച്ചർ ആണ്. അതും സൈസ് വരുന്നത് 3 മുതൽ 30 KB ആണ്. 3 മുതൽ 30 KB സൈസിൽ മാത്രമേ സിഗ്നേച്ചർ കയറ്റാൻ വേണ്ടി സാധിക്കൂ. അതിന്റെ ഫോർമാറ്റും JPEG, JPG, GIF, PNG ഈ ഫോർമാറ്റിൽ തന്നെയാണ് ഇതും കയറ്റേണ്ടത്. പിന്നെയുള്ള അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫ് കയറ്റുന്നതും 10 മുതൽ 500 KB വരെയുള്ള ഒരു സൈസ് ഉപയോഗിക്കാം.
അതും ജെ പി ജിയോ PNG-യോ PDF ആയിട്ട് കയറ്റാം. അത് PDF ആയിട്ടും കയറ്റാൻ വേണ്ടി പറ്റും. മറ്റൊന്നും PDF ആയി ചെയ്യാൻ പറ്റില്ല, ഇത് PDF ആയിട്ട് ചെയ്യാം. അതുപോലെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെയാണ്, 10 മുതൽ 500 KB വരെ. അതും നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് കൂടാതെ PDF-ലും കയറ്റാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ. ഈ രീതിയിലാണ്, ഈ സൈസിലാണ് ഈ രേഖകൾ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത്. പിന്നെയുള്ളത് UDID കാർഡിന്റെ അക്കങ്ങളെ കുറിച്ചിട്ടാണ്. UDID കാർഡിൽ 18 അക്കങ്ങൾ ഉണ്ടാവും. 18 അക്കങ്ങൾ അല്ലെങ്കിൽ 18 പ്രതീകങ്ങൾ എന്നാണ് അതിനെ പറയുക. ആദ്യത്തെ 2 അക്കങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന കോഡാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ കോഡാണ് പ്രതിനിധീകരിക്കുക. കേരളമാണ്, കേരളത്തിന്റെ കോഡ് എത്രയാണോ അതായിരിക്കും. കേരളം എത്ര നമ്പറാണോ വരുന്നത് ആ നമ്പർ ആയിരിക്കും ആദ്യത്തെ 2 അക്കം എന്ന് പറയുന്നത്. അടുത്ത 2 അക്കം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയുടെ കോഡിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പൊ 1 മുതൽ 14 വരെ ജില്ലകൾ നമുക്കുണ്ട്. അതിലേത് ജില്ലയാണോ ആ നമ്പർ ആയിരിക്കും അടുത്ത 2 അക്കങ്ങളായിട്ട് വരുന്നത്. പിന്നെയുള്ള ഒരു അക്കം എന്ന് പറയുന്നത് CMO കോഡിനെയാണ് പ്രതിനിധീകരിക്കുക. CMO എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസറായിട്ട് ബന്ധപ്പെട്ട ഒരു കോഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെയുള്ള 2 അക്കങ്ങളെ ഭിന്നശേഷി തരം, ഏത് ഭിന്നശേഷിയാണ് പെടുന്നത്, അത് ഫിസിക്കൽ ഡിസബിലിറ്റി ആണോ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണോ, മെന്റൽ ഇൽനെസ് ആണോ, ആ രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ട കോഡായിരിക്കും അടുത്ത 2 അക്കങ്ങളിൽ വരുന്നത്. പിന്നെയുള്ള 4 അക്കങ്ങൾ PW, അതായത് ഭിന്നശേഷിക്കാരന്റെ ജനന വർഷത്തെ കുറിച്ചിട്ടാണ് പറയുക. അടുത്ത 4 അക്കങ്ങൾ വരുന്നത് ഭിന്നശേഷിക്കാരന്റെ ജനന വർഷത്തെയും, തുടർന്നുള്ള 6 അക്കങ്ങൾ റണ്ണിംഗ് നമ്പറിനെയും, അവസാന അക്കം സുരക്ഷാ കാരണങ്ങളാൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെക്ക് സംഖ്യയും. അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 2 അക്കം എന്ന് പറയുന്നത്, അവസാനത്തെ അക്കം എന്ന് പറയുന്നത് സുരക്ഷയെ ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമ്മളെ ബന്ധപ്പെട്ടതല്ല. കേന്ദ്ര സർക്കാർ നമ്മൾ ഡാറ്റ ഒരിക്കലും ചോർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ആ നമ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആകെ 18 അക്കങ്ങളാണ് ഈ കാർഡിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവരും കാർഡ് കിട്ടിക്കഴിഞ്ഞുള്ള ആൾക്കാരായിട്ട് മിക്കവാറും ഉണ്ടാവുക, നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവും. പിന്നെയുള്ളത് UDID കാർഡും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും എത്ര തരത്തിലാണ് ഇതിൽ വാലിഡ് ആയിട്ട് കൊടുക്കുന്നത്? 2 തരത്തിലാണ് UDID കാർഡും അല്ലെങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റും നൽകുന്നത്. ഒന്ന് പെർമനന്റ് UDID, രണ്ടാമത്തത് ടെമ്പററി UDID. എന്താണ് പെർമനന്റ് UDID എന്ന് പറഞ്ഞാൽ? പെർമനന്റ് UDID എന്ന് പറയുന്നത് ഇയാൾക്ക് ഉള്ള ഡിസബിലിറ്റി, ഈ ഭിന്നശേഷിക്കാരനുള്ള ഭിന്നശേഷി ഒരിക്കലും കൂടുകയോ അതിന് പുരോഗതി ഉണ്ടാവുകയോ അല്ലെങ്കിൽ പിന്നോട്ട് പോവുകയോ കൂടുതലാവുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ചെയ്യൂല എന്ന് ഉറപ്പുള്ള ഒരു കേസിലാണ് അവർക്ക് സ്ഥിരം UDID അനുവദിച്ചു നൽകുന്നത്. അതായത് ഈ ഭിന്നശേഷി ഇപ്പോൾ ലോക്കോമോട്ടർ ആണെങ്കിൽ ഇയാളുടെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഇനിയിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ കുറയൂല, അതിന്റെ ശതമാനം കുറയാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കൂടാനും സാധ്യതയില്ല, പ്രോഗ്രസീവ് ആയിരിക്കില്ല, അത് കുറയാനും സാധ്യതയില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ള കണ്ടീഷനിലാണ് അവർ പെർമനന്റ് UDID കാർഡ് കൊടുക്കുക. പിന്നെയുള്ള താൽക്കാലിക UDID എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അയാൾക്ക് പിന്നീട് പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും പരിശോധിച്ചാൽ അയാളുടെ ഒരു ഭിന്നശേഷി തരത്തിൽ ഭിന്നശേഷത്തിന്റെ തോതിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുകയാണ്. ഇയാൾക്ക് ചിലപ്പോൾ ഒരു 15 വയസ്സോ 18 വയസ്സോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇയാൾക്ക് പ്രശ്നം കുറയാൻ സാധ്യതയുണ്ട്. 40% ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ 20% വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കേസിൽ എന്ത് ചെയ്യും? ഇയാളുടെ ഒരു UDID കാർഡ് താൽക്കാലിക UDID അല്ലെങ്കിൽ ടെമ്പററി UDID ആയിട്ട് കൊടുക്കും. ഇത് നൽകുന്നത് തന്നെ ഡോക്ടർമാർ, ഞാൻ പറഞ്ഞു, മെഡിക്കൽ അതോറിറ്റിയാണ് ഇത് തീരുമാനിക്കുന്നത്. അത്തരത്തിലാണ് 2 തരത്തിലാണ് UDID കാർഡ് നൽകുന്നത്. ഇതുപോലെ താൽക്കാലിക UDID കാർഡാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഒരു കാലാവധി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതേ സൈറ്റിൽ കയറിക്കൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾക്ക് ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്ത് നമ്മൾ UDID കാർഡ് പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കണം. അപ്പൊ പുതുക്കുന്നതിന് അപേക്ഷിക്കുമ്പം മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും പുതുക്കുന്നതിന് അപേക്ഷ കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഇയാളെ വീണ്ടും ഒന്നുകൂടെ അസസ്മെന്റ് നടത്തേണ്ടതുണ്ടോ എന്ന് അവർ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്ന അടിസ്ഥാനത്തിൽ അവർ വീണ്ടും അസസ്മെന്റ് നടത്തുകയും അപ്പോൾ ഡിസബിലിറ്റിന്റെ തോത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ 40% കുറവാണെങ്കിൽ അയാൾ 40% താഴെയാണെന്ന് വരും. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോകും. ചില ആൾക്കാർക്ക് ഡിസബിലിറ്റി കൂടിക്കാണും, അപ്പൊ അവർക്ക് ചിലപ്പോൾ 20% മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. രണ്ടാമത് നോക്കുമ്പോൾ അവർക്ക് 40% അതിൽ കൂടുതലോ ആവാം. അപ്പൊ അവർ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയിലേക്ക് കയറി വരികയും ചെയ്യും. അതാണ് ഈ ടെമ്പററി UDIDന്റെ ഒരു പ്രത്യേകത. ടെമ്പററി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെയാണ്, അതേ മാതൃക തന്നെയാണ് UDID കാർഡിനും വരുന്നത്. പിന്നെയുള്ളത് നമ്മൾ UDID കാർഡ് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടാവും, കാരണം നിങ്ങളടുത്തൊക്കെ UDID കാർഡ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഏതൊക്കെ നിറത്തിലാണ് കാർഡുകൾ വരാറുള്ളത് എന്ന് അറിയാൻ സാധ്യതയുണ്ട്.
സാധാരണയായിട്ട് ഇപ്പൊ നിലവിലെ മൂന്ന് കളറിലാണ്, 3 നിറങ്ങളിലായിട്ടാണ് UDID കാർഡ് നൽകി വരുന്നത്. ഒന്ന് വൈറ്റ് കാർഡാണ്. വൈറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്തിനാ? 40% താഴെയാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് വൈറ്റ് കാർഡ് ആയിരിക്കും കൊടുക്കുക. അതായത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അയാൾ ഇല്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. വൈറ്റ് കാർഡ് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയിൽ താഴെയാണ്. അപ്പൊ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്കാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും ഇദ്ദേഹത്തിന് കിട്ടൂല. ഇതാണ് വൈറ്റ് കാർഡിന്റെ ഒരു പ്രത്യേകത. രണ്ടാമതുള്ളത് യെല്ലോ കാർഡാണ്, മഞ്ഞ കാർഡ്. ഇതിൽ ഉള്ളത് വെച്ചാല് 40% മുതൽ 79% വരെ ആയിരിക്കും ഇയാളുടെ ഡിസബിലിറ്റി ഉണ്ടാവുക. 40% തൊട്ട് 79% വരെയുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കാണ് യെല്ലോ കാർഡ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. മൂന്നാമത്തത് ബ്ലൂ കാർഡാണ്. ബ്ലൂ കാർഡ് കൊടുക്കുന്നത് ഡിസബിലിറ്റി ഉള്ള ആളുടെ പെർസെൻറ്റേജ് 80%-നും അതിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ബ്ലൂ കാർഡ് കൊടുക്കുക. അതായത് തീവ്ര ഭിന്നശേഷിയുള്ള ആളുകളായിരിക്കും മിക്കവാറും ബ്ലൂ കാർഡിന്റെ ഓണേഴ്സ് ആയിട്ട് വരുന്നത്. 80%-മോ അതിൽ കൂടുതലോ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കാണ് ബ്ലൂ കാർഡ് ഈ UDID കാർഡിൽ നൽകുന്നത്. പിന്നെയുള്ളത് എങ്ങനെയാണ് UDID കാർഡ് നമ്മൾ എടുക്കേണ്ടത്, UDID കാർഡിന്റെ ജനറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് UDID കാർഡിനെ ആദ്യമായിട്ട് നമ്മൾ താൽക്കാലിക UDID കാർഡ് ചില താൽക്കാലിക, നേരത്തെ പറഞ്ഞു താൽക്കാലിക UDID കാർഡ്, ടെമ്പററി കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ UDID കാർഡിനോ അല്ലെങ്കിൽ UDID കാർഡ് പുതുക്കലിനോ വേണ്ടിയിട്ട് അപേക്ഷകൻ പോർട്ടൽ വഴി അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ കിട്ടിയ UDID കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് UDID കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ സ്വാവലംബൻ സൈറ്റിൽ കയറിക്കൊണ്ട് അപേക്ഷകൻ ആ പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരനായ രോഗി താമസിക്കുന്ന ജില്ലയിലെ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരനായ ആൾ താമസിക്കുന്ന ജില്ലയിലെയോ അല്ലെങ്കിൽ ഈ അപേക്ഷകൻ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലോ അറിയിപ്പ് ലഭിച്ച മെഡിക്കൽ അതോറിറ്റിക്കോ ചീഫ് മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ DMO വഴിയോ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അപേക്ഷ പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം പരിശോധിച്ച അപേക്ഷയുടെ വിലയിരുത്തലിനായിട്ട് CMO അല്ലെങ്കിൽ DMO അല്ലെങ്കിൽ യോഗ്യതയുള്ള മെഡിക്കൽ അതോറിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അയാളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കും. അങ്ങനെ നിയോഗിച്ചതിന് ശേഷം ഒരു നിശ്ചിത തീയതി ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അപേക്ഷകനെ വിളിപ്പിക്കുകയും അപേക്ഷകന്റെ ഭിന്നശേഷി വിലയിരുത്തുകയും വിലയിരുത്തൽ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിന് സമർപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ഓൺലൈൻ വഴി വന്നു കഴിഞ്ഞ ശേഷമാണ് ചെയ്യുക. ഈ ആദ്യം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷകനെ വിലയിരുത്താൻ വേണ്ടി ഒരു ടീമിനെ നിയോഗിക്കും. ആ ടീം അപേക്ഷകനെ വിളിച്ചു വരുത്തും. ആ അപേക്ഷകനെ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിന് അവർ സമർപ്പിക്കും. അത് നോക്കിക്കൊണ്ട് എന്താക്കും, ഭിന്നശേഷിയുടെ ശതമാനം, തരം, ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന്റെ സാധുത, അപേക്ഷകന്റെ മറ്റ് പ്രശ്നങ്ങൾ എന്നിവയിൽ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുക്കുകയും മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം ബന്ധപ്പെട്ട CMO DMO അല്ലെങ്കിൽ കോമ്പിറ്റന്റ് മെഡിക്കൽ അതോറിറ്റിയെ അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ വിലയിരുത്തിയ സംഭവങ്ങൾ, CM പൂരിപ്പിച്ച വിലയിരുത്തൽ വിശദാംശങ്ങളെല്ലാം തന്നെ ഒരു UDID കാർഡ് അല്ലെങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സൈറ്റിലോട്ട് കൊടുക്കുകയും ഈ സൈറ്റിൽ അത് അപ്രൂവൽ വരികയും അതിനുശേഷം അത് അപ്രൂവലായി വന്നു കഴിയുമ്പോൾ പിന്നീട് പ്ലാസ്റ്റിക് അധിഷ്ഠിത UDID കാർഡ് വകുപ്പ് സ്പീഡ് പോസ്റ്റ് വഴി ഈ ഭിന്നശേഷിക്കാരന് അയച്ചു കൊടുക്കുകയും ചെയ്യും. ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് DMOക്ക് പോകുന്നു, DMO അല്ലെങ്കിൽ CMOക്ക് പോകുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിന് പോകുന്നു. അവരൊരു ടീമിനെ നിയോഗിക്കുകയും ആ ടീം പരിശോധിക്കുകയും പരിശോധിച്ച് വിലയിരുത്തി ഇയാൾക്ക് ഇത്ര ശതമാനം ഭിന്നശേഷി ഉണ്ട് എന്നുള്ള കാര്യം മെഡിക്കൽ ബോർഡ് അറിയിക്കുകയും ഈ സാധനം മെഡിക്കൽ ബോർഡ് എന്ത് ചെയ്യുന്നു, ഈ സൈറ്റിലോട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുകയും അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈറ്റിൽ ഇത് അപ്രൂവലായി വരികയും ഭിന്നശേഷിക്കാരന്റെ ശതമാനം എല്ലാം വെച്ചുകൊണ്ടുള്ള UDID കാർഡ് ജനറേറ്റ് ചെയ്യുകയും ജനറേറ്റ് ചെയ്ത UDID കാർഡ് ഇവർക്ക് സ്പീഡ് പോസ്റ്റ് വഴി വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പറയൂ. എന്റെ ഡിസബിലിറ്റിന്റെ ശതമാനം 80%, പക്ഷെ എന്റെ കാർഡ് വൈറ്റ് ആണ്. അപ്പൊ അത് മാറ്റാൻ ഇങ്ങനെ ചെയ്താൽ മതി. അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇതേപോലെ സൈറ്റിൽ കയറുക. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സൈറ്റിൽ പുതിയൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ആ സൈറ്റിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പുതിയതായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സൈറ്റിൽ. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലൈന്റ് എന്താണെന്ന് രേഖപ്പെടുത്തുക, നിങ്ങളെ UDID കാർഡ് അതിലോട്ട് സറണ്ടർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇത് ഇത്ര ശതമാനം ഉണ്ട്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വെക്കുക, ഇതാണ് കാരണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും വിളിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കാർഡ് മാറ്റി നിങ്ങൾക്ക് അയച്ചു തരികയോ ചെയ്യും.
അതിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതിന് വേണ്ടി കംപ്ലൈന്റിന് വേണ്ടി മാത്രം, ഗ്രീവൻസിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക ഇത് തുടങ്ങിയിട്ടുണ്ട് ആ സൈറ്റിൽ തന്നെ. ഓക്കെ, ഇത്രയുമാണ് UDID കാർഡിന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എനിക്കറിയില്ല. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലോട്ട് പോവാം. സർ, എന്റെ കയ്യിൽ ഞങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സർ, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം UDID കാർഡ് ലഭിക്കാൻ നമ്മൾ വീണ്ടും മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ ഹാജരാകേണ്ടതുണ്ടോ? ഇല്ല, മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരാകേണ്ടതില്ല. ആ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എങ്ങനത്തതാണെന്ന് നോക്കണം. അത് പെർമനന്റ് ആണോ അതോ ടെമ്പററി ആണോ നോക്കണം. ടെമ്പററി ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ടെമ്പററി ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഭിന്നശേഷിക്കാരനെ വീണ്ടും ഹാജരാവണമെന്ന് ആവശ്യപ്പെടാം. അപ്പൊ അവർ വീണ്ടും റീ അസസ്മെന്റ് നടത്തണമെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, റീ അസസ്മെന്റ് നടത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള അവകാശം മെഡിക്കൽ ബോർഡിനുണ്ട്. അപ്പൊ നമ്മൾ ഹാജരാവേണ്ടി വരും. അപ്പൊ അത് 18 വയസ്സിന് ശേഷമാണ്. പിന്നെ ഇത് പെർമനന്റ് ആണെങ്കിൽ 18 വയസ്സ് വരെ മാത്രമേ അങ്ങനെ വിളിക്കുള്ളൂ. 18 വയസ്സിന് ശേഷം പെർമനന്റ് ഡിസബിലിറ്റി ഉള്ളവരെ വീണ്ടും വിളിക്കൂല. പക്ഷെ 18 വയസ്സിന് താഴെയാണെങ്കിലായിരിക്കും മിക്കവാറും വിളിക്കുക. ടെമ്പററി ആണെങ്കിൽ അതിന് മുകളിലാണെങ്കിലും വിളിക്കാം. വിളിക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് വിളിക്കാം, വിളിക്കാതിരിക്കാം. വിളിച്ചാൽ നമുക്ക് പോയേ പറ്റും. നമുക്കത് വിളിക്കരുത് എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല. അതുപോലെ UDID കാർഡ് നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിൽ എന്താണ് ഓപ്ഷൻ കൊടുക്കും. നിങ്ങൾ UDID കാർഡ് നിലവിലുള്ളതാണോ അതിന് UDID കാർഡിന്റെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവണം. അത് നഷ്ടപ്പെട്ടു പോയതാണെന്നുള്ളത് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അതിന്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ നമ്പർ UDID കാർഡ് വീണ്ടും ഇഷ്യൂ ചെയ്ത് തരും. ഈ UDID കാർഡ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ, അപേക്ഷിക്കാതെയാണോ അപേക്ഷിച്ച് കിട്ടിയില്ലാന്നോ? അപേക്ഷിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറെ ആയോ അപേക്ഷിച്ച്? ടൈറ്റിലൊക്കെ ഇതിന്റെ പേര് കിട്ടി, ഞാൻ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കാർഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, എത്രയായി നിങ്ങൾക്ക് അപേക്ഷിച്ച്? എത്രയായി ഇപ്പൊ അപേക്ഷ കൊടുത്ത്? എത്രയായി? അത് 2-3 വർഷമായി. എനിക്ക് കാർഡ് വരെ കിട്ടിയിട്ടില്ല. ആണോ? ഒന്നുകിൽ നിങ്ങളെ അഡ്രസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതിന് നോക്കിയിരുന്നോ? പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചിരുന്നോ? ഇല്ല, എനിക്ക് അറിയത്തില്ല ഇങ്ങനെ കാർഡ് കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു. അത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ചിലപ്പോൾ ആളില്ല എങ്കിൽ സാധനം തിരിച്ചു പോയിട്ടുണ്ടാവാം. അങ്ങനെ ആളില്ല എങ്കിൽ അത് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അപേക്ഷ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സൈറ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ. എവിടെയാണ് കൊടുക്കേണ്ടത്? അതോ ഓൺലൈനിൽ തന്നെയാണോ? അത് ഓൺലൈനിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാർഡ് കിട്ടിയില്ല എന്നുള്ള സംഭവം അറിയിക്കുകയും അതുവഴി അവർ വീണ്ടും അയച്ചിരിക്കും. വാങ്ങിയോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇല്ലായിരുന്നു. അതെ അല്ലെ, വാങ്ങിച്ചാണോ? ചിലവ് വാങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പക്ഷേ മെസ്സേജ് വരും. സ്വാഭാവികമായിട്ടും മെസ്സേജ് വരേണ്ടതാണ്. പോസ്റ്റലിന്റെ ഇന്ന് ഡെലിവർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, അങ്ങനൊന്നും വന്നിട്ടില്ല. ചിലപ്പോ വരാം, ചിലവ് വരാതിരിക്കുകയും ചെയ്യാം. നിങ്ങൾ കൊടുത്ത നമ്പർ കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ നമ്പറിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയാവാം. അതിലുള്ള കാർഡ് നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ കാർഡാക്കി എടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ കാർഡാക്കി വെച്ചിട്ടുണ്ട്. അത് മതി, കുഴപ്പമൊന്നുമില്ല, അത് മതി. വേറൊരു സംശയമുള്ള, UDID കാർഡ് കൊണ്ട് നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എല്ലാത്തിനും എല്ലാ കാര്യത്തിനും UDID കാർഡാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് മാത്രം മതിയോ? നമ്മളെ ഒരു അപേക്ഷ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ UDID കാർഡ് വെച്ചുകൊണ്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് വേണം നമ്മൾ മുമ്പ് ചെയ്യുന്നില്ലേ, മുമ്പ് നമ്മൾ ഒരു അപേക്ഷ ഫോറം കൊടുത്തിട്ട് ഫിനിഷ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലേ ചെയ്യുന്നത്. എനിക്ക് അത് വളരെ മോശമായിട്ട് തോന്നി. നമ്മൾ UDID കാർഡൊക്കെ വെച്ച് അപ്ലൈ ചെയ്താണ്. അപ്പൊ പറഞ്ഞു വ്യക്തിയെ കാണണമെന്ന് പറയുന്നത്. അതെന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. വീണ്ടും ചില ഉദ്യോഗസ്ഥന്മാരുടെ ചില ഇതുണ്ടാവും ചില സ്ഥലത്തെ. അത് കുറച്ച് പ്രശ്നങ്ങൾ KSRTC ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിൽ. പക്ഷേ ഈ റെയിൽവേയിൽ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒരു പുതിയ സംവിധാനം പക്ഷെ അതിപ്പോ പുതിയ മിനിസ്റ്റർ വന്നതിന് ശേഷം ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. ഞാൻ +2 പഠിക്കുന്നത്. അപ്പൊ ഞാന് 10ാം ക്ലാസ്സില് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടാത്ത കാരണം ഈ എന്റെ ഡിസബിലിറ്റി കാർഡ് UDID കാർഡ് വൈറ്റ് ആയതുകൊണ്ടാണോ? 40% താഴെയാണോ ഡിസബിലിറ്റി കാർഡ്? 40% താഴെയാണെങ്കിൽ പല ആനുകൂല്യവും കിട്ടില്ല. അല്ല, എന്റെ ശരിക്കത്തത് അസുഖത്തിന്റെ 80%. പക്ഷെ UDID കാർഡ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എത്രയാണ്? 80%.
ഈ UDID കാർഡിൽ 40% താഴെയാണ്. ആ അപ്പൊ തന്നെ അത് വീണ്ടും കൊടുക്കണം, അത് കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കണം. ഇതേ സൈറ്റിൽ കയറിയിട്ട് കംപ്ലൈന്റ് ചെയ്യുക. അതായത് ഈ UDID കാർഡിൽ, അതല്ലെങ്കിൽ UDID കാർഡ് സറണ്ടർ ചെയ്യാം, സറണ്ടർ ചെയ്തിട്ട് പുതിയ UDID കാർഡിന് അപേക്ഷിക്കാം. സർ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. UDID കാർഡ് അപ്ലൈ ചെയ്തിട്ട് 2 വർഷത്തോളായി. അപ്ഡേറ്റ് നോക്കുമ്പോൾ DMO ഓഫീസുമായി ബന്ധപ്പെടുക എന്നാണ് കാണിക്കുന്നത്. ഇതിന് കാരണം അവിടെ ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെടുക എന്ന് കാണിച്ചാൽ ബന്ധപ്പെടണം. കാരണം നിങ്ങളുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷനിലോ എന്തോ ഒരു വിഷയം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ഈ സ്റ്റാറ്റസ് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ DMO ഏതാണോ നിങ്ങളുടെ DMO ഓഫീസ്, നിങ്ങളുടെ പരിധിക്കുള്ള DMO ഓഫീസ് എവിടെയാണോ അത് കാണിക്കും, ആ പേര് കാണിക്കും. അവിടെ പോവുക. ഈ അതിലത്തെ നമ്പർ ഉണ്ടാവും, ആ UDID കാർഡിന്റെ നമ്മളൊരു അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ആ നമ്പർ കാണിക്കുക, അവരത് പരിശോധിക്കും. അപ്പൊ തന്നെ അതിന് പരിഹാരം ഉണ്ടാവും. നമ്മളത് കണ്ടിട്ട് 1 വർഷം വരെ അത് നോക്കിയിരിക്കുകയല്ല വേണ്ടത്. അതിലെന്തോ വിഷയം ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ അവിടെ പെൻഡിങ് വെക്കുന്നത്. ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടാവില്ല, വെറുതെ പെൻഡിങ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിന്റെ ആവശ്യമല്ലേ, നമ്മൾ ഉടനെ അതിൽ ഇടപെടണം. ഇത് ഓൺലൈൻ ആയതുകൊണ്ട് ചിലപ്പോൾ ചില സ്ഥലത്ത് കിടക്കും. ഇത് മാറ്റാൻ വേണ്ടി പലപ്പോഴും സർക്കാർ മീറ്റിങ്ങുകൾ വിളിക്കാറുണ്ട്. എവിടെയാണ് പെൻഡിങ് കിടക്കുന്നത് ഉടനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പരിശോധിക്കുന്നുണ്ട്. എവിടെയും പെൻഡിങ് കിടക്കുന്നുണ്ട്, അപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാറേ, ഷാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാർ? നമസ്കാരം, എന്റെ പേര് ജെറിൻ എന്നാണ്. അതായത് ലോക്കോമോട്ടർ ഡിസേബിലിറ്റി എന്നാണ് എന്റെ UDID കാർഡിൽ കാണിക്കുന്നത്. ഇപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫിയാണ്, പക്ഷെ ഞങ്ങൾ അത് കാർഡ് എടുക്കുന്ന സമയത്ത് ഈ അത്തരം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ലോക്കോമോട്ടർ ഡിസേബിലിറ്റി എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം എന്താന്ന് വെച്ചാല്, മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു ഡിസബിലിറ്റി ഇതിൽ വരുന്നതല്ല. 21 ഡിസബിലിറ്റിയിൽ മസ്കുലർ ഡിസ്ട്രോഫി ഉൾപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അത് ലോക്കോമോട്ടർ ഡിസബിലിറ്റിയാണ് ഓൾറെഡി ഉൾപ്പെടുന്നത്. ഇപ്പം നമ്മളെ സെറിബ്രൽ പാൽസി പോലും ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആണ് ഇപ്പോൾ ഉള്ളത്, അറിയാലോ. അപ്പോ അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഇപ്പൊ നമ്മള് ചില ആൾക്കാർ ഡൗൺ സിൻഡ്രോം എന്ന് പറയും. ചില ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത ഡൗൺ സിൻഡ്രോം എന്നാണ്. ഈ സാധനം കൊണ്ട് അവർ UDID കാർഡിന് പോകുമ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് 21 ഡിസബിലിറ്റിയിൽ കാണൂല. പക്ഷെ ഡൗൺ സിൻഡ്രോം കാരണം ഉണ്ടാകുന്ന ഡിസബിലിറ്റി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്. അപ്പൊ ഡോക്ടർമാർ ചെയ്യേണ്ടത് എന്താണ്? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് കാണിക്കേണ്ടത്. അത് ഡ്യൂ ടു ഡൗൺ സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരം ഇവർ ചെയ്യുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് UDID കാർഡ് കിട്ടൂല. കാരണം 21 ഡിസബിലിറ്റി മാത്രമേ അതിലവർ ചാർട്ട് ചെയ്യുള്ളൂ, അത് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയാണ് ഫിസിക്കൽ ഡിസബിലിറ്റിയിലാണ് ഇത് വരുന്നത്. അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റി എന്നുള്ളതായിരിക്കും നിങ്ങളുടെ UDID കാർഡിൽ വരുന്നത്. ലോക്കോമോട്ടർ ഡിസേബിലിറ്റി എന്നാണ് സാർ? അതന്നെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അതാണ് ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞത്. ലോക്കോമോട്ടറിലാണ് അത് വരുക. അല്ല സാറേ, ഇപ്പോ ഈ എടുത്ത കുറച്ച് പേരുണ്ട്, അവർക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ളത് കാണിക്കുന്നുണ്ടേ. അപ്പോ ഞാൻ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പാരന്റ് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ കുട്ടിയുടെ UDID കാർഡിൽ ലോക്കോമോട്ടർ ഡിസേബിലിറ്റി എന്നാണ്. അത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് അല്ലാത്തത് കാരണം കൊണ്ട് അവർക്ക് എന്തോ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അങ്ങനെ എന്തോ ഒരു തടസ്സം നേരിട്ടു. അപ്പൊ ഈ പറഞ്ഞ സ്കോളർഷിപ്പിന്റെ അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത്രേ അത് ലോക്കോമോട്ടർ മാറ്റിയിട്ട് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് നിലവിൽ ആക്കണം, എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നായിരുന്നു. അപ്പൊ അവര് ഞങ്ങളും പറഞ്ഞു, ഞാനൊക്കെ തുടക്കകാലത്തിൽ എടുത്താണ്, UDID കാർഡ് ഇറങ്ങിയ കാലഘട്ടത്തിൽ എടുത്തതാണ്. അപ്പോ അത് ആ കാലഘട്ടത്തിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ലോക്കോമോട്ടർ മാത്രം സാറ് പറഞ്ഞ പോലെ അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനത് അന്വേഷിച്ചപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നേരിട്ട് DMO ഓഫീസിൽ പോയിട്ട് സറണ്ടർ ചെയ്യണം, എന്നിട്ട് അത് പുതിയതിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ഈ ഇത്തരത്തിൽ സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് DMOയുടെ മുന്നിൽ ഹാജരാവേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് കൊടുത്തു വിട്ടാലും വിളിക്കുക എന്ന് മാത്രമേ അങ്ങനെ നേരിട്ട് ഹാജരാവേണ്ടതുള്ളൂ. അവർക്ക് കാണണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം വിശ്വാസക്കുറവുകൾ വരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. മറ്റ് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. നേരിട്ട് പോകണ്ട എന്നുള്ളത് ഒരു ഉത്തരവുണ്ട്. കാരണം വയ്യാത്ത ഒരാൾ നേരിട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇതെന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ മസ്കുലർ ഡിസ്ട്രോഫിന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കാം. അതിൽ പറയുന്നത് വെച്ചാല് ഇത് കാരണം മസ്കുലർ ഡിസ്ട്രോഫി കാരണം അയാൾക്ക് ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൽ കാണിക്കുക. കാരണം അതിന്റെ ഒരു ഇതില് നമുക്കറിയാലോ, 21 തരം ഭിന്നശേഷിയിൽ പറയുമ്പോൾ 21 തരം ഭിന്നശേഷി ഏതൊക്കെയാണെന്ന് അറിയില്ല. അതിൽ മസ്കുലർ ഡിസ്ട്രോഫി ഇല്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ നോക്കട്ടെ, ഒന്ന് പറയട്ടെ. ഞാൻ ഒന്ന് പറയട്ടെ, നോക്കട്ടെ ഒരു സെക്കൻഡ്. ബ്ലൈൻഡ്നസ്, ലോ വിഷൻ, ലെപ്രസി ക്യൂർഡ് പേഴ്സൺ, ഹിയറിംഗ് ഇമ്പയർമെന്റ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ഡ്വാർഫിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മെന്റൽ ഇൽനസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സെറിബ്രൽ പാൽസി, മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ട് അതിൽ കാണിക്കുന്നു. പക്ഷെ ആ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഈ ലോക്കോമോട്ടർ ഡിസബിലിറ്റിക്ക് കീഴിലാണ് ഈ ഡ്വാർഫിസവും
ഈ പിന്നെ സെർബ്രൽ പാലസി, മസ്കുലർ ഡിസ്ട്രോഫി ഒക്കെ വരുന്നത്. പക്ഷെ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് കാണിക്കാം, പക്ഷെ അത് വരുന്നത് ഒരു കാറ്റഗറി വരുന്നത് ഈ ഒരു ഇതിലാണ്, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റിയിലാണ് അത് വരാൻ സാധ്യത. അങ്ങനെയാണ് അത് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഇത് കുറച്ച് ഇതാക്കിയിട്ടാണ് ബ്ലൈൻഡ്നെസ് ഒരു ഭാഗത്ത്, ബ്ലൈൻഡ്നെസ്സിലാണ് ലോബിസം വരുന്നത്, ബ്ലൈൻഡ്നെസ് വരുന്നത്. അതായത് ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സ് കംപ്ലീറ്റ് നമുക്ക് ഈ പറഞ്ഞ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ UDID കാർഡിൽ കാണിക്കാൻ പറ്റും അല്ലേ? കാണിക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ, അതായത് ഇപ്പൊ ഡിസബിലിറ്റി ഉള്ളവർക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ ടോളുകൾ എക്സെപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് ടോൾ നൽകുന്നതില്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ UDID കാർഡ് കാണിച്ചുകൊണ്ട് നമുക്ക് നിലവിൽ ടോൾ സ്കിപ്പ് ചെയ്യാൻ അത്തരത്തിൽ എന്തെങ്കിലും റൂളും മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പഴയ രീതിയിൽ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി ചെയ്യണോ? അത് വേണ്ടി ഇത്ര ഉത്തരവ് വന്നതായിട്ട് എന്റെ അറിവിലില്ല. അത് ഞാൻ നോക്കേണ്ടി വരും ഒന്നും കൂടി, കാരണം അത് ഒരു ഉത്തരവ് വന്നതായിട്ട് അറിയുന്നില്ല. അപ്പൊ മുമ്പുണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് എന്നാണ് എന്റെ അറിവ്. അത് പരിശോധിക്കേണ്ടി വരും. കൃത്യമായിട്ടൊരു ഉറച്ച ഒരു ഉത്തരം പറയാൻ പറ്റില്ല. നമസ്കാരം സാർ. ഓക്കെ സാർ, എൻ്റെ പേര് പുരുഷോത്തമൻ. 2020 കാർഡിന് അപേക്ഷിച്ചത്. പക്ഷെ മസ്കുലർ ഡിസ്ട്രോഫി ആണ് എനിക്ക് കാർഡിൽ വന്നത്. 2020 അപേക്ഷിച്ചത്. ഒരു വർഷം കഴിഞ്ഞാണ് കിട്ടിയത്. മസ്കുലർ ഡിസ്ട്രോഫി എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, അത് മതി. മഞ്ഞ കാർഡാ. കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അതിനകത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഈ Gmail ID തെറ്റിപ്പോയിട്ടിരിക്കുന്നവര് നമ്മളൊരു സ്വകാര്യ അക്ഷയിലാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതേ സൈറ്റിൽ കയറാം. നിങ്ങൾ ഈ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ UDID കാർഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതേ സൈറ്റിൽ വീണ്ടും ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ ലോഗിൻ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഈ ഇമെയിൽ ID മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, മാറ്റാം. എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഓപ്ഷൻ കയറിയിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ID മാറ്റാം. മസ്കുലർ ഡിസ്ട്രോഫി ഇപ്പൊ ഡിസബിലിറ്റി പറഞ്ഞപ്പോൾ മസ്കുലർ ഡിസ്ട്രോഫി ഉള്ളത് കൊണ്ട് അത് മതി. ഞാൻ നേരത്തെ പറഞ്ഞത് മസ്കുലർ ഡിസ്ട്രോഫി ഇല്ല എന്നല്ല, മസ്കുലർ ഡിസ്ട്രോഫി അടക്കം വരുന്നത് ലോക്കോമോട്ടീവ് ഡിസബിലിറ്റിന്റെ ഒരു അണ്ടറിലാണെന്ന് മാത്രമാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ ഡിസബിലിറ്റി ആണ്, ഒന്നാമത്തെ ഡിസബിലിറ്റി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ വീണ്ടും ലോഗിൻ ചെയ്ത് കയറാം, എഡിറ്റ് കയറാം, നിങ്ങൾക്ക് ഇമെയിൽ ID മാറ്റി കൊടുക്കാം. സാർ, ഈ സറണ്ടർ ചെയ്യുന്നതിന്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണ്? നമ്മൾ ഡയറക്റ്റ് ആദ്യം സൈറ്റിൽ തന്നെയാണോ രജിസ്റ്റർ ചെയ്യേണ്ടത്? സൈറ്റിൽ തന്നെയാണ്, ഒന്നും നേരിട്ടൊന്നുമില്ല, എല്ലാം സൈറ്റ് വഴി തന്നെയാണ്. അതിൽ സറണ്ടർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാം. അത് ഗ്രീവൻസ് ആണ്, ഗ്രീവൻസിന് ഓപ്ഷൻ ഉണ്ട്. അത് ഗ്രീവൻസ് സെല്ലിലോട്ട് പോവാം. അത് ചിലത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ അപേക്ഷ ഗ്രീവൻസ് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അത് ആവണമെന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്തിട്ട് പുതിയ കാർഡിന് അപേക്ഷിക്കാം. അതൊക്കെ ചെയ്യാം, അതിൽ തന്നെ ചെയ്യാൻ പറ്റും. സൈറ്റിൽ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. സ്വാവലംബൻ കാർഡ് സൈറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഈ പെർമനന്റ് എന്ന് കാർഡ് വന്നതാണ് നമുക്ക് ഇതാക്കാൻ പറ്റുമോ? അതായത് എനിക്ക് പ്രോഗ്രസീവ് ആണ്, പക്ഷെ കാർഡിൽ പെർമനന്റാ കിടക്കുന്നത്. അപ്പോ അത് കാരണം കൂടെ അപ്പൊ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. പെർസെന്റേജ് ഇപ്പൊ കിടക്കുന്നത് 60%. അത് നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്യാവുന്നത്, വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിൽ തന്നെ ഞാൻ പറയും, പുതിയ 1-2 സംവിധാനങ്ങൾ ആ സൈറ്റിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കെല്ലാം നോക്കാൻ പറ്റില്ല, കാരണം നമ്മൾ സൈറ്റ് കയറി പോകുമ്പോഴേ ഓരോന്നും എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ പരാതി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പുതിയൊരു സംവിധാനം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ സൈറ്റിൽ കയറുക, നിങ്ങളെ ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ നിങ്ങളുടെ പരാതിയുള്ള കിട്ടുവാണെങ്കിൽ ഗ്രീവൻസ് വരും, അതിലോട്ട് പോവാം. അതിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കൊടുക്കുക. ഇത് എനിക്ക് പ്രോഗ്രസീവ് ആണെന്നും, ഇത് പ്രോഗ്രസീവ് കാണിച്ചേക്കുന്നത് പെർമനന്റ് ആണെന്നും, എന്റേത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസബിലിറ്റി ആണെന്നും, അതുകൊണ്ട് എന്നെ ഒന്നും കൂടി അസസ്മെന്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളെ വീണ്ടും അവർ വിളിപ്പിക്കും. വിളിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് അസസ്മെന്റ് നടത്തിയിട്ടാണ് ഇത് വീണ്ടും നിങ്ങൾക്ക് അടുത്ത സർട്ടിഫിക്കറ്റ് തരും. കൂടുന്നതാണെങ്കിൽ കൂടി തരും, കുറയുന്നതാണെങ്കിൽ കുറഞ്ഞു തരും. മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചപ്പോൾ അതിന്റെ മുകൾ ഭാഗം ക്ലിയർ അല്ലായിരുന്നു. ഈ നിലയിലുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് UDID കാർഡിന് അപേക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് മാനുവലി കിട്ടിയാണോ അതോ ഈ സൈറ്റ് വഴി കിട്ടിയാണോ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ സൈറ്റ് വഴിയാണോ കിട്ടിയേക്കുന്നത്, അല്ല മാനുവൽ ആണോ എന്നുള്ള ചോദ്യം. മാനുവൽ ആണെങ്കിൽ ഈ സൈറ്റിൽ അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നിങ്ങൾ മാനുവൽ ആണ് അയാളില്ലെങ്കിൽ നിങ്ങൾ അയാളെ പറഞ്ഞു കൊടുത്തേക്ക്. മാനുവൽ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ പോകാൻ പറയാം, നേരിട്ട് പോകാൻ പറയാം.
എന്നിട്ട് ഈ സാധനം വെച്ചൊരു അപേക്ഷ കൊടുക്കുക. ഇത് ക്ലിയർ അല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൊടുക്കുക. അവർ ക്ലിയർ ആയ സർട്ടിഫിക്കറ്റ് എടുത്തരാൻ ബാധ്യസ്ഥരാണ്. അതല്ല UDID സൈറ്റ് വഴിയാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതേ UDID സൈറ്റ് തന്നെ കയറിയിട്ട് ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഗ്രീവൻസ് കയറുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഈ കാർഡ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് കറക്റ്റ് ആവുന്നില്ല എന്നുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ട് അത് മാറ്റി തരാനുള്ള അപേക്ഷ കൊടുക്കും. മിക്കവാറും എനിക്ക് തോന്നുന്നത് അത് മാനുവലായിരിക്കും. മാനുവലാണെങ്കിൽ അവർ മാനുവലായിട്ട് തന്നെ പോകണം. അതിനുശേഷം മാത്രമേ ആ സാധനം ഇപ്പോൾ UDID സൈറ്റിൽ കയറിയിട്ടുണ്ടാവില്ല, അത് അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് അതിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർ വീണ്ടും അത് ചെയ്യിക്കേണ്ടി വരും. അത് മാനുവലായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അതൊന്ന് അവരോട് പോകാൻ വേണ്ടി പറയും. ഓക്കെ സർ. അതുപോലെ തന്നെ UDID കാർഡിൽ പെർമനന്റ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കാർഡ് പുതുക്കുന്ന സമയത്ത് ഡോക്ടർ 2 വർഷം കഴിയുമ്പോൾ പുതുക്കണം എന്ന് പറഞ്ഞിരുന്നു. പെർമനന്റ് എന്ന് എഴുതിയ UD കാർഡ് നമ്മൾ പുതുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതൊരു നല്ല ചോദ്യമാണ്. അതായത് ചെറിയ പ്രായത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് 18 വയസ്സാകുമ്പോൾ പുതുക്കണം. പെർമനന്റ് ആണെങ്കിലും പുതുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 18 വയസ്സാകുമ്പോൾ ഇയാളുടെ കണ്ണിന്റെ ഐറിസിൽ മാറ്റം വരും, ഫോട്ടോയിൽ മാറ്റം വരും, അയാളുടെ കൈകൾ വെക്കുന്നതാണെങ്കിൽ അതിൽ മാറ്റം വരും, ഫിംഗർ പ്രിന്റ് മാറ്റം വരും, ഇല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെറിയ പ്രായത്തിൽ കൊടുത്തത് പെർമനന്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും 18 വയസ്സ് കഴിയുമ്പോൾ പുതുക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ചെറിയൊരു കുഞ്ഞെപ്പോലെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു 25 വയസ്സാകുമ്പോൾ കൊണ്ട് കാണിച്ചാൽ ഇയാളാണോ അയാളെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി അയാളുടെ ഫോട്ടോ മാറ്റണം, അയാളെ കണ്ണൊന്നും കൂടെ എടുക്കണം, ഈ മറ്റേ ഫിംഗർ പ്രിന്റ് എടുക്കാറുണ്ടെങ്കിൽ അതും കൂടെ എടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ ആവശ്യം. അതുകൊണ്ട് അവർ അങ്ങനെ പെർമനന്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലും 18 വയസ്സ് കഴിയുമ്പോൾ അവർ പുതുക്കിയേ പറ്റൂ. പുതുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. 18 വയസ്സിന് ശേഷമാണെങ്കിൽ പുതുക്കണ്ട. ഹലോ, എന്റെ മകന് ഈ പിന്നെ 50% ഇപ്പൊ കാണിച്ചത്. ഓന് പിന്നെ 9-10 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ ഓന്റെ പെർമനന്റ് ആണ് കാണിച്ചത്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇപ്പോഴത്തെ പിന്നെ 18 വയസ്സാകുമ്പോൾ പുതുക്കിയാൽ മതി. ഹലോ, 18 വയസ്സാകുമ്പോൾ പുതുക്കിയാൽ മതി. അല്ല, അതിൽ പിന്നെ ഇപ്പൊ 80% പുതിയ ബോർഡ് സർട്ടിഫിക്കറ്റ് 75% കാണിച്ചത്. ഇപ്പൊ ഡിസബിലിറ്റി പുതിയ അതെ, രണ്ടാമത് ഇപ്പൊ എടുത്തത് ഒരു വർഷമായിട്ടേ ഉള്ളൂ. അതിൽ പിന്നെ 75% കാണിച്ചത് 10 വയസ്സിലെടുത്തത്. അതെ, 10 വയസ്സിലെടുത്തത്. അത് കുഴപ്പമില്ല. അത് 18 വയസ്സാകുമ്പോൾ വീണ്ടും ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്തിട്ട് അവർ അസസ് ചെയ്യും. അല്ല, ഇപ്പം കൂടിക്കും. ഇപ്പൊ വിനോന് വീൽ ചെയറിലായി. അത് സമയത്ത് നടന്നിരുന്നു. ഇപ്പൊ വീൽ ചെയറിലായി. സർട്ടിഫിക്കറ്റിൽ വന്നില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് 18 വയസ്സാകുമ്പോൾ വീണ്ടും പുതുക്കണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളാണ്. അവരെ ഐറിസ് എടുക്കുന്നതും അതുപോലെ തന്നെ അവരെ ഫോട്ടോ വെക്കുന്നതും. ഈ ചെറിയ കുഞ്ഞിന്റെ ഫോട്ടോ അല്ലേ, 10 വയസ്സിലെ കുഞ്ഞിനെ ഒരു 30 വയസ്സാകുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇന്നാളാണെന്ന് അവർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഫോട്ടോ മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് പുതുക്കണം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഒന്നും കൂടെ അസസ്മെന്റ് നടത്തുമ്പോൾ ചിലപ്പോൾ അതിലും കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് അങ്ങനെ കാണിക്കും, കൂടി കാണിക്കും. കുറയാണെങ്കിൽ കുറഞ്ഞു കാണിക്കും. അത് അത്ര ചെറിയ കുറവൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ കുറവൊന്നും അങ്ങനെയല്ല, എന്തുണ്ടെങ്കിലും അത് അങ്ങനെ കാണിക്കും. അതാണ് അതിന് വേണ്ടിയിട്ടാണ് പുതുക്കണം എന്ന് പറയുന്നത്. 18 വയസ്സിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ് പുതുക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ എടുത്തോണ്ടാണ്, മറ്റു പ്രശ്നമല്ല. സാധാരണ പറഞ്ഞുകൊണ്ട് വലിയ പുതുക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയം അതിലുണ്ട്. അത് അവർക്ക് തന്നെയാണ് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവുക. ഇത് എവിടെയും കൊടുക്കുമ്പോൾ ഇയാളാണെന്ന് മനസ്സിലാവില്ല. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, UDID കാർഡിന് 1.5 വർഷം മുന്നേ അപ്ലൈ ചെയ്തതാണ്. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്നാണ്. സ്റ്റാറ്റസ് നോക്കണം. അതായത് അവർ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, അപ്ലിക്കേഷൻ നമ്പർ. ആ നമ്പർ കൊടുത്തുകൊണ്ട് അവർ പരിശോധിക്കുമ്പോൾ ഈ അപേക്ഷ എവിടെ കിടക്കുന്നത് കാണിക്കും. അപ്പൊ എവിടെയും കിടക്കേണ്ടത് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ആ റീസൺ കാണിക്കും. നിങ്ങളുടെ അപേക്ഷ ഇന്ന പ്രശ്നം. ചിലപ്പോൾ അത് അവർ തപാലിൽ വന്നു കാണും, അല്ലെങ്കിൽ മൊബൈലിൽ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു കാണും. അവര് നോക്കിയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്റ്റാറ്റസ് നോക്കുക. നമ്മൾ അപേക്ഷ കൊടുത്തത് നമ്മൾ അപേക്ഷന്റെ നമ്പർ കൊടുത്തുകൊണ്ട് UDIDന്റെ ആ ഒരു നമ്പർ കൊടുത്തുകൊണ്ട്, UDID കാർഡ് നമ്പർ അല്ല, അപ്ലിക്കേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്താൽ എവിടെയാണ് നമ്മുടെ അപേക്ഷ കിടക്കുന്നതെന്ന് സൈറ്റിൽ കൃത്യമായി കാണിക്കും. നേരത്തെ പറഞ്ഞില്ലേ, DMOന്റെ അടുത്ത് കിടക്കുന്നു കാണിച്ചു എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ DMOന്റെ അടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ DMOന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണ്ടുന്ന സാധനം ഉണ്ടാവും. അവര് ചിലപ്പോൾ അത് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, അപേക്ഷകന് വന്നിട്ടുണ്ടാവാം. അവര് ചിലപ്പോൾ ആ മെസ്സേജ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അത് അറിയാത്തത്. അപ്പൊ അത് പോയിട്ട് അവിടെ പോകണം എന്നുള്ള രീതിയിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ DMOന്റെ അടുത്ത് പോവുക, മെഡിക്കൽ ബോർഡിന്റെ അടുത്ത് പോവുക, നമ്മൾ ഈ സാധനം കാണിച്ചു കൊടുക്കുക, എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുക.
എന്തെങ്കിലും ക്ലാരിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തത് ക്ലിയർ ആക്കി എടുക്കും, അത്രേ ഉള്ളൂ. ഓൺലൈനാണ് കൊടുക്കുന്നതെങ്കിലും ഈ അപേക്ഷ അവിടെ കറക്റ്റ് അല്ല, ഏതെങ്കിലും അപേക്ഷയിൽ ഏതെങ്കിലും സാധനം കുറവുണ്ടെങ്കിലോ അതൊക്കെ ആയിട്ട് അവിടെ കെട്ടിക്കിടക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്ന് കാണും, മെസ്സേജ് മിക്കവാറും അവർ കണ്ടു കാണൂല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് നോക്കുക, എവിടെയാണ് കിടക്കുന്നത് നോക്കുക, അതിനനുസരിച്ച കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇത് ചെറിയ കാര്യമാണ്, സംഭവം വലിയൊരു ഇതൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. നമ്മൾ ആ സൈറ്റിലൊന്ന് നമ്മൾക്ക് പാസ്വേഡ് യൂസർ ഐ ഡി ഉണ്ടല്ലോ, ആ യൂസർ ഐ ഡി വെച്ച് കയറുക. ആ യൂസർ ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന അപേക്ഷയിൽ ജനറേറ്റ് ചെയ്ത് വന്ന നമ്പറാണ്. ആ നമ്പർ കൊടുത്താൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് നമ്മളെ സ്റ്റാറ്റസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ അപേക്ഷ കിടക്കുന്നത് കൃത്യമായി കാണിക്കും. ഓക്കെ സർ, UDID കാർഡ് വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവില് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും UDID കാർഡ് നിർബന്ധമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിപാടിക്ക് UDID കാർഡ് നിർബന്ധമായിട്ടില്ല, പക്ഷെ ഈ വർഷം മുതൽ മിക്കവാറും നിർബന്ധമാവും. സെൻട്രൽ ഗവൺമെന്റ് നിർബന്ധമാക്കിയത് കൊണ്ട് ഇനി സ്റ്റേറ്റ് ഗവൺമെന്റോ നിർബന്ധമാക്കിയേ പറ്റൂ. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളായിക്കോട്ടെ, ഇപ്പൊ ഒന്നും വേണ്ട, നിരാമയ ഇൻഷുറൻസ് ഇല്ലേ, അറിയാലോ. നിരാമയ ഇൻഷുറൻസിന് ചേരണമെങ്കിൽ പോയി UDID കാർഡിൽ അത് ചേരാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് അത് നിർബന്ധമായത്. ഈ ഏപ്രിലല്ല, കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ മുതൽ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ ആനുകൂല്യങ്ങൾക്കും UDID കാർഡ് നിർബന്ധമായി കഴിഞ്ഞു. UDID കാർഡ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ആനുകൂല്യം കിട്ടൂല സെൻട്രൽ ഗവൺമെന്റിന്റെ. ഈ നിരാമയ ഇൻഷുറൻസിന് വേണ്ടി അപേക്ഷ പോര് പറഞ്ഞത് ഈ മസ്കുലർ ഡിസ്ട്രോഫി ആ ലിസ്റ്റിൽ പെടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചയച്ചതാ. മസ്കുലർ ഡിസ്ട്രോഫി അതിൽ പെടില്ല. അതിലുള്ളത് പറഞ്ഞാല് ഒന്ന് ഓട്ടിസം, ഒന്ന് സെറിബ്രൽ പാലസി, ഒന്ന് മെന്റൽ റിട്ടാർഡേഷൻ അഥവാ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഒന്ന് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. ഈ മസ്കുലർ ഡിസ്ട്രോഫിയിലുള്ള മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയിൽ വരുന്ന സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് അതിൽ വരും. കാരണം അവർ 2-3 തരത്തിലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ വരുവാണെങ്കിൽ അവർക്ക് അത് കിട്ടും. മറ്റ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ലോക്കോമോട്ടീവ് ഡിസബിലിറ്റിന്റെ കീഴിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അത് വരില്ല. സെറിബ്രൽ പാലസി ഇപ്പൊ ലോക്കോമോട്ടീവ് ഡിസബിലിറ്റിന്റെ കീഴിലാണെങ്കിലും പണ്ട് മുതലേ അത് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിലാണ്. അതിൽ എല്ലാ സെറിബ്രൽ പാലസിക്കാരും ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി മാത്രമല്ല, അവർക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് അതിൽ പെടുന്നു. ഈ 4 ഡിസബിലിറ്റിക്കാർക്ക് വേണ്ടി മാത്രമാണ് നിരാമയ ഇൻഷുറൻസ്. അത് നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരമുള്ള ഇൻഷുറൻസ് ആണ്. അത് ഈ 4 ഡിസബിലിറ്റിക്കാർക്ക് മാത്രമേ കിട്ടൂ. ഓക്കെ സർ, നമുക്ക് ഇനി കുറച്ച് സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണുള്ളത്. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ചികിത്സാ സഹായങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചികിത്സാ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക വകുപ്പ് ചികിത്സാ സഹായങ്ങളായിട്ട് ഒന്നും തന്നെ നടത്തുന്നില്ല. ഒന്ന്, സാമൂഹ്യനീതി വകുപ്പ് പ്രധാനമായിട്ടും നടത്തുന്നത് വിദ്യാഭ്യാസ സഹായങ്ങൾ. ചികിത്സാ സഹായങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒന്ന് പറയാം. ചികിത്സക്ക് എന്തൊക്കെ കൊടുക്കുന്നുള്ളത് പറയാം. 3 പദ്ധതികളാണ് ചികിത്സക്ക് വേണ്ടിയിട്ട് സാമൂഹിക വകുപ്പ് നടപ്പിലാക്കുന്നത്. സാമൂഹിക വകുപ്പ് നേരിട്ട് നടപ്പിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴിയൊക്കെ വേറെ ഉണ്ടാവാം, ഞാൻ അത് പിന്നെ വേണം പറയാം. ഇപ്പൊ സാമൂഹിക വകുപ്പിന് വഴി നടപ്പിലാക്കുന്ന ഒന്ന് ഭിന്നശേഷി ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഭിന്നശേഷിക്കാർക്ക് ചികിത്സക്കായിട്ട് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണത്. ചികിത്സയിലാണെന്ന് ബന്ധപ്പെട്ട ഡോക്ടർ നൽകുന്ന സാക്ഷ്യപത്രം ഹാജരാക്കുന്ന ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ഒറ്റത്തവണ ധനസഹായമായിട്ട് 5000 രൂപ അനുവദിക്കും. അത് ഭിന്നശേഷിക്കാരൻ നിരന്തരം ചികിത്സയിലാണെന്നും അവൻ ചികിത്സക്ക് വേറെ വഴിയില്ല എന്നും കാണിച്ചുകൊണ്ടില്ല സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രം കൊടുക്കുകയാണെങ്കിൽ ഒറ്റത്തവണ സഹായമുള്ള ഒരു പ്രാവശ്യം 5000 രൂപ അയാൾക്ക് ചികിത്സക്കായിട്ട് അനുവദിക്കും. അത് ഭിന്നശേഷി ദുരിതാശ്വാസ നിധി അതിന്റെ പേര്. പിന്നെയുള്ളത് പരിരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ധനസഹായ പദ്ധതിയാണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഭൂകമ്പാവാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കാവാം, അങ്ങനത്തെ പ്രശ്നം വരില്ലേ. അങ്ങനത്തെ സമയത്ത് വരുന്ന ചിലപ്പോൾ അത്യാവശ്യം വരുന്ന സാഹചര്യം വരുന്ന ഭിന്നശേഷിക്കാർക്ക് ഒരു ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് ഇംപ്രസ്റ്റ് മണി എന്ന് പറയുന്ന പദ്ധതി. ഇംപ്രസ്റ്റ് മണി അതായത് പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കപ്പെടുന്ന അനാഥരോ അശരണരോ ഒക്കെ ആയിട്ടുള്ള പുനരധിവാസമില്ലേ, അവർക്ക് പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര സഹായം നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇംപ്രസ്റ്റ് മണി എന്ന് പറയുന്നത്. ഈ 3 പദ്ധതിയാണ് ചികിത്സാ ധനസഹായ പദ്ധതിയായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളായിട്ട് ഉള്ളത്. പിന്നെ നമുക്ക് മറ്റ് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി പല പദ്ധതികളുണ്ട്. അതില് ഈ എന്താ പറയേണ്ടത്, ഈ ക്യാൻസർ രോഗികളുടെ പദ്ധതികളുണ്ട്,
അതുപോലെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. അത്തരത്തിൽ കുറച്ച് പദ്ധതികളുണ്ട്. സാമൂഹിക നീതി വകുപ്പ് സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന 12ാം ക്ലാസ് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതുന്ന ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് വിദൂര വിദ്യാഭ്യാസ ധനസഹായം എന്ന് പറഞ്ഞൊരു പദ്ധതിയാണത്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ പഠനം നടത്തുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള ഓപ്പൺ സ്കൂള് അല്ലെങ്കിൽ കോളേജ് വിദൂര വിദ്യാഭ്യാസം മുഖേന ഡിഗ്രി തലത്തിലും PG തലത്തിലും വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണിത്. ഇതിനെ അപേക്ഷിക്കേണ്ടത് നമുക്കൊരു സൈറ്റ് ഉണ്ട്, സുനീതി പോർട്ടൽ എന്നൊരു പോർട്ടൽ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? സുനീതി എന്ന് പറയും, sunidhi.sjd.kerala.gov.in കേൾക്കണ്ടോ? ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ അപേക്ഷയ്ക്ക് ബാക്കി ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പം വിദൂര വിദ്യാഭ്യാസമാണ് അതിൽ കൊടുക്കുന്നത്. സാക്ഷരത കഴിഞ്ഞ് വന്ന് അവർക്ക് പിന്നെ കോളേജിലൊന്നും പോകാൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനം പോയി പഠിക്കാൻ പറ്റില്ല, കിടപ്പിലായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓപ്പൺ സ്കൂള് അല്ലെങ്കിൽ കോളേജ് ഇതിന് ഡിഗ്രി തലം PG തലം ഇത് ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. +2 വരെ അവർക്ക് മറ്റു തരത്തിൽ അവർ പോകും. +2 വരെ കൊടുക്കുന്ന സർക്കാർ മറ്റ് സംവിധാനം ഉണ്ടല്ലോ, +2 വരെ സൗജന്യമായിട്ട് സംവിധാനം ഉണ്ട്. അപ്പോൾ അത് സാമൂഹിക വകുപ്പ് നൽകുന്നതല്ല, അത് സർക്കാർ നൽകുന്നതാണ് ഓപ്പൺ സ്കൂൾ വഴി. അത് കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഡിഗ്രി ചെയ്യുന്നതിനും PG ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ധനസഹായം വിദൂര വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനാണ്, ഓഫ്ലൈൻ അല്ല. ഓൺലൈൻ അപേക്ഷയ്ക്ക് sunidhi.sjd.kerala.gov.in എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട്. സൈറ്റ് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ആശ്വാസ കിരണം പദ്ധതിയിലെ 6 മാസം കൂടുമ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടോ? എനിക്ക് സംശയമുണ്ട്. കാരണം അത് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. ആദ്യകാലത്ത് 1 വർഷത്തിനുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ 6 മാസം ആക്കി കാണാം. കാരണം മരിച്ചുപോയ ആളുകളെ കുറിച്ച് വിവരം കിട്ടാത്തതുകൊണ്ടായിരിക്കണം 6 മാസം എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ടാവാം. 6 മാസം വേണ്ടി വരും. 6 മാസം തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. കാരണം 6 മാസം ICDS സൂപ്പർവൈസറാണ് ഈ സാധനം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് 6 മാസത്തിലൊരിക്കൽ ICDS സൂപ്പർവൈസർ വഴി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനെ അറിയിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് ഈ പദ്ധതികളെ തുക അനുവദിച്ചു കൊടുക്കുകയുള്ളൂ. കാരണം കുറെ മുമ്പ് കുറെ ആളുകൾ ഈ പൈസ വാങ്ങിച്ച് മരിച്ചുപോയ ആളുകൾ വരെ ഈ പൈസ വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അന്ന് 1 വർഷമായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. അപ്പോൾ 1 വർഷത്തിനടക്കം ആളുകൾ മരിച്ചു പോകുന്നുള്ളത് കൊണ്ടാണ് ഈ 6 മാസം എന്നുള്ളത് വെച്ചിരിക്കുന്നത്. കാരണം തീവ്ര ഭിന്നശേഷിയുള്ള ആളുകളാണ് മിക്കവാറും ഇതിൽ അവർക്ക് വേണ്ടിയാണ് ആശ്വാസിക്കുന്നത്, അറിയാലോ. സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹ്യ നീതി വകുപ്പ് വഴി ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ള. അത് ചോദിക്കുകയാണെങ്കിൽ എല്ലാ പദ്ധതികളും പറയേണ്ടി വരും. അത് ഇന്ന് മതിയാവോന്നറിയില്ല. നമ്മള് വിദ്യാഭ്യാസ പദ്ധതികൾ ഉണ്ടോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സുനീതി വഴിയാണ് അത് കൊടുക്കുക. സുനീതി പോർട്ടൽ ഉണ്ടല്ലോ, ഓഫ്ലൈൻ അല്ല ഓൺലൈനാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത്. വിദ്യാഭ്യാസ സഹായം അതിലൊന്നാണ് വിദ്യാകിരണം എന്ന് പറഞ്ഞ പദ്ധതി. വിദ്യാകിരണം എന്ന് പറഞ്ഞാൽ 40% അതിന് മുകളിലോ ഭിന്നശേഷിക്കാരായ രക്ഷകർത്താക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണത്. അതായത് കുട്ടികൾ ഭിന്നശേഷിക്കാരായിരിക്കണമെന്നില്ല, അവർ ഭിന്നശേഷിക്കാരായ പോരാ, അച്ഛനോ അമ്മയോ ഭിന്നശേഷിക്കാരായ 40% അതിന് മുകളിലോ ഭിന്നശേഷിക്കാരായ അച്ഛനോ അമ്മയോ ഉള്ള അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്ന പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി. ഇത് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി PG അല്ലെങ്കിൽ പോളിടെക്നിക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1ാം ക്ലാസ് മുതൽ അപേക്ഷിക്കാം, ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാം, PGക്കാർക്ക് അപേക്ഷിക്കാം, പോളിടെക്നിക് പോലുള്ള ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടുന്ന ആൾക്കാർക്കും അപേക്ഷിക്കാം. ഓക്കെ. പിന്നെയുള്ളത് വിദ്യാജ്യോതി എന്ന് പറഞ്ഞൊരു പദ്ധതി. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ് മുതൽ PG തലം വരെയുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, യൂണിഫോം എന്നിവകൾക്ക് ധനസഹായമാണ്. അതായത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ് മുതൽ PG തലം വരെയുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ്. നേരത്തെ പറഞ്ഞത് അച്ഛനമ്മയോ ഭിന്നശേഷിക്കാരുള്ളതാണ്. ഇത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായമാണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഭിന്നശേഷി സ്കോളർഷിപ്പ് 40% ഭിന്നശേഷിയുള്ള 1ാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ PG കോഴ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്. ഇത് സാധാരണ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കേണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ കിട്ടണമെന്നില്ല.
അത് നോക്കിയിട്ടാണ് ഇത് കൊടുക്കുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വിദൂര വിദ്യാഭ്യാസം, അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ചോദ്യത്തിന് പറഞ്ഞ ഉത്തരമാണിത്. പിന്നീട് വിജയാമൃതം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതായത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളിൽ ബിരുദം, തത്തുല്യ കോഴ്സുകൾ, ബിരുദാനന്തര ബിരുദം, പിജിക്ക് തുല്യമായ പ്രൊഫഷണൽ ബിരുദം, ഇവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ധനസഹായ പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്നത്. പിന്നെ സഹചാരി എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. അതായത് ഗവൺമെന്റ് എയ്ഡഡ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഠന കാര്യത്തിലും മറ്റു പ്രവർത്തനങ്ങളും സഹായിക്കുന്നതിന് വേണ്ടി അവിടെ NSS യൂണിറ്റ് ഒക്കെ ഉണ്ടാവില്ല, NSS, NCC, SPC ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർ ഈ കുട്ടികളെ സഹായിക്കുന്നതിന്റെ പേരിൽ അവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് സഹചാരി എന്ന് പറയുന്നൊരു പദ്ധതി. കുട്ടികളെ ഒറ്റപ്പെടുത്താതെ അവരെ നന്നായി സഹായിക്കുന്ന NSS യൂണിറ്റ് അല്ലെങ്കിൽ NCC യൂണിറ്റ് അല്ലെങ്കിൽ SPC യൂണിറ്റ് അവർക്കൊരു അവാർഡ് കൊടുക്കുമ്പോഴാണ് ഈ സഹചാരി എന്ന് പറഞ്ഞ പദ്ധതി വരുന്നത്. പിന്നീട് കലാകായിക രംഗത്ത് മികവുലർത്തുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന പേരിലാണ് പദ്ധതി. ശ്രേഷ്ഠം ഇതൊക്കെ അപേക്ഷിക്കേണ്ടത് സുനീതി വഴിയാണ് കേട്ടോ. പിന്നെയുള്ള വിവാഹ ധനസഹായമാണ്. പരിണയം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. അത് 2 പെൺകുട്ടികൾക്ക് വരെ കൊടുക്കും. അതായത് ഒന്നുകിൽ അമ്മ ഭിന്നശേഷിക്കാരായിരിക്കണം, അല്ലെങ്കിൽ മക്കള് ഭിന്നശേഷിക്കാരായിരിക്കണം. പെൺകുട്ടികൾ അവർക്കുള്ള വിവാഹ ധനസഹായ പദ്ധതിയാണ് ഈ ഒരു പരിണയം എന്ന് പറയുന്നത്. പിന്നെ ചികിത്സാ പദ്ധതികൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 3 പദ്ധതികൾ, അത് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള തൊഴിൽ പദ്ധതികളാണ്. അതിൽ നമുക്കറിയാം ഭിന്നശേഷി അവകാശ നിയമപ്രകാരം ഭിന്നശേഷിക്കാരന് 4% സംവരണം ഇപ്പോൾ ഉണ്ട്. പണ്ടത്തെ നിയമപ്രകാരം 3% ഇപ്പം 4% ഉണ്ട്. 4%-ൽ അവസാനത്തെ 1% എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. മുമ്പൊന്നും അവർക്കൊന്നും തൊഴിൽ സംവരണം ഉണ്ടായിരുന്നില്ല സർക്കാർ സർവീസിൽ. ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സംവരണമുണ്ട്. അതിന് വേണ്ടിയിട്ട് 1400-ലധികം തസ്തികകൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ തസ്തികകളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ SGD സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ std.kerala.gov.in എന്നുള്ള സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഈ പദ്ധതികളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ 4% സംവരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മുമ്പ് 6 മാസത്തിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജോലി ചെയ്യുന്നു, എത്ര വർഷം മുമ്പാണെന്ന് വെച്ചാൽ അവർക്കുള്ള സൂപ്പർ നൂമർ തസ്തിക ഉണ്ടാക്കി അവരൊക്കെ സ്ഥിര നിയമനം നടത്തിയിട്ടുണ്ട്. അതും നമുക്ക് അറിയാവുന്ന 2677 സൂപ്പർ നൂമർ തസ്തിക സൃഷ്ടിച്ച് താൽക്കാലിക അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വഴി സേവനം സൃഷ്ടിച്ച് 2186 ഭിന്നശേഷിക്കാർക്ക് സ്ഥിര നിയമനം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തിയ തൊഴിൽ പദ്ധതികളാണ്. പിന്നീട് കാഴ്ച പരിമിതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അവർക്ക് വായനാ സഹായം കൊടുക്കുക. അതായത് അവർക്കൊരു കോടതിയിൽ സംസാരിക്കണമെങ്കിൽ കാഴ്ചയില്ലാത്ത ആൾക്കാർ കോടതിയിൽ കാര്യങ്ങൾ പറയാൻ ഒരു വായനാ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ഗ്രേഷ്യ അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അലവൻസ് കൊടുക്കാറുണ്ട്. പിന്നെ സ്വാശ്രയ പദ്ധതിയുണ്ട്. അതായത് എല്ലാ സമയവും തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടികളെ നോക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ എന്ന് പറയുന്നത്. അത് 50,000 രൂപയാണ് ഒരു വർഷം, ഒരു ഒറ്റ തവണയായിട്ട് കൊടുക്കുക. ഒരു വർഷമല്ല, ഒറ്റ തവണയായിട്ട് കൊടുക്കുക. പിന്നെ സ്നേഹയാനം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ 50% അതിലധികമോ ഉള്ള മറ്റ് ഭിന്നശേഷിക്കാർക്കുള്ള അവരുടെ അമ്മമാർക്ക് വേണ്ടി ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി. ഇലക്ട്രിക് ഓട്ടോ അവർക്ക് ഫ്രീ ആയി കൊടുക്കും. അപ്പൊ അത് വെച്ച് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. സർ, എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. +2 അതുപോലെ 10 തുല്യതാ കോഴ്സിന് പരീക്ഷാ സെന്റർ മാറ്റി കിട്ടാന് സാമൂഹ്യനീതി വകുപ്പിലാണോ അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് സാമൂഹിക വകുപ്പിലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സാക്ഷരതാത്തിന് സാക്ഷരതാ മിഷൻ ഉണ്ടല്ലോ, സാക്ഷരതാ മിഷനാണ് കൊടുക്കേണ്ടത്. സാക്ഷരതാ മിഷന് നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം വെച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കണം. അവരാണ് തീരുമാനിക്കേണ്ടത്. അത് ഈ RPW ആക്ട് പ്രകാരം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അത് അവർ തീരുമാനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കുന്നതിന് സാമൂഹിക ഡയറക്ടർ കൊടുക്കാവുന്നതാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഈ 1400 പുതിയ പോസ്റ്റുകൾ ഈ ഗവൺമെന്റ് ഇപ്പൊ അപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, IED കുട്ടികൾക്കും മറ്റേ മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ഉള്ളവർക്കും പോസ്റ്റുകളോ?
പുതിയ 1400 പുതിയ പിന്നെ പോസ്റ്റുകൾ. അപ്പൊ അതിന്റെ ലിസ്റ്റ് എവിടെയാണ് കിട്ടുന്നത്? അപ്പൊ അതിനല്ലേ ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? അത് STD സൈറ്റിൽ അറിയാം, std.kerala.gov.in. മോക്ക് 20/9/27 റിന്യൂവൽ ഡേറ്റ്. അപ്പൊ അത് എങ്ങനെയാണെന്ന്? മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആണ്. 20/9/2027 റിന്യൂവൽ ചെയ്യേണ്ട ഡേറ്റ് ആണ്. പിന്നെ ID കാർഡ്, അത് UDID കാർഡ് യെല്ലോ ആണ്. അതിന് ഒരു ഫോട്ടോന്റെ അടുത്ത് T എന്ന് പച്ച കളറില് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതെ, ടെമ്പററി എന്നുള്ളതാണത്. അപ്പൊ അവർക്ക് 18 വയസ്സാകുമ്പോൾ അത് പുതുക്കണം. 18 വയസ്സാകുമ്പോൾ പുതുക്കണം. ഇത് 22 വയസ്സായി, ഡിഗ്രി പഠിക്കുകയാണ്. എപ്പോഴാണ് കിട്ടിയത്? സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടിയത്? UDID എപ്പോഴാണ് കിട്ടിയത്? 2022 ഡേറ്റ് ഓഫ് ഇഷ്യൂ 21ാമത്തെ വയസ്സില്, 21ാമത്തെ വയസ്സില്. ടെമ്പററി ആവാൻ സാധ്യതയില്ല. 18 വയസ്സിന് ശേഷം ടെമ്പററി കൊടുക്കൂല, പെർമനന്റ് കൊടുക്കുള്ളൂ. ഇത് തന്നെ റിന്യൂവൽ ചെയ്തതാണ്. ആ സമയത്ത് വീണ്ടും ഫസ്റ്റ് 50% ഡിസബിലിറ്റി ആയിരുന്നു ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോ മെഡിക്കൽ കോഡ് തന്നത്. ഇപ്പൊ രണ്ടാമത് റിന്യൂവൽ ചെയ്തത് കൊറോണയ്ക്ക് ശേഷമാണ് പോയി റിന്യൂവൽ ചെയ്തത്. അത് 2022 റിന്യൂവൽ ചെയ്തപ്പോ അത് മൾട്ടിപ്പിൾ വിത്ത് സൈക്കോസിസ് പറഞ്ഞ് അങ്ങനെ 59%, 20% സൈക്കോസിസും 49% ലേണിംഗ് ഡിസബിലിറ്റിയും. മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. അത് സൈക്കോസിന്റെ പ്രശ്നം വന്നതുകൊണ്ടായിരിക്കാം വീണ്ടും അവർ പുതുക്കണം എന്ന് പറയുന്നത്. കാരണം സൈക്കോസിസ് എന്ന് പറയുന്നത് മെന്റൽ ഇൽനെസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരിക. അപ്പൊ അതിന് മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ അതൊരു പ്രായം 18 വയസ്സ് കഴിഞ്ഞാലും 18 വയസ്സ് വരെ ഉള്ളത് ഈ ബ്രെയിനിന്റെ ഡാമേജ് ആണെങ്കിൽ 18 വയസ്സ് വരെയാണ് കണക്ക് കൂട്ടുക. 18 വയസ്സിന് ശേഷം ബ്രെയിൻ ഡാമേജ് ബാധിക്കുന്നില്ല. അത് ആക്സിഡന്റോ മറ്റോ പറ്റിയെങ്കിൽ മാത്രമേ ബാധിക്കുന്നുള്ളൂ. മറ്റ് ബർത്ത് വഴി ബൈ ബർത്ത് വഴി സംഭവങ്ങളൊക്കെ 18 വയസ്സിനുള്ളിൽ തന്നെ തീരും. അപ്പോൾ നിങ്ങളത് സൈക്കോസിസ് ആയതുകൊണ്ട് അതിന് മെഡിസിൻ കൊടുത്താൽ മാറാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെമ്പററി എന്ന് പറഞ്ഞത് ഒന്നുകിൽ അത് പ്രോഗ്രസ് ആവാനോ അല്ലെങ്കിൽ ഡിക്രീസ് ആവാനോ സാധ്യതയുള്ള കേസുകളാണ് ടെമ്പററി കൊടുക്കും. അപ്പൊ ഈ സൈക്കോസിസ് കേസ് ഉള്ളതുകൊണ്ട് 57% ആയെങ്കിലും ചിലപ്പോൾ ഒരു 2027 പരിശോധിക്കുമ്പോൾ അവർക്ക് എന്താവാം, കുറയാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവര് പെർമനന്റ് ആക്കും, ടെമ്പററി വിട്ട് പെർമനന്റിലേക്ക് മാറ്റും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അത് മെന്റൽ ഇൽനെസിന്റെ ഒരു വിഷയമാണ്. അത് മെന്റൽ ഇൽനെസ് സ്വാഭാവികമായിട്ടും ക്യൂറബിൾ ആണ്, നമുക്ക് മെഡിസിൻ കൊടുത്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. മെന്റൽ റിട്ടാർഡേഷൻ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ക്യൂറബിൾ അല്ല, അത് മെഡിസിൻ കൊടുത്ത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അവിടെ 18 വയസ്സ് കഴിയുമ്പോൾ അത് പെർമനന്റ് ആയിട്ട് മാറ്റും. ഇത് മാറ്റാത്തതിന് കാരണം ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. മെഡിസിൻ കൊടുക്കുന്നത് മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യൂറബിൾ ആണ്, നിങ്ങൾക്ക് മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഡിസബിലിറ്റി ഉണ്ടാവണമെന്നില്ല. മാറ്റം വരുന്നില്ല എങ്കിൽ കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പെർമനന്റ് ഡിസബിലിറ്റിയോടെ അവർ മാറ്റും. അത് 2027 കൊടുക്കുമ്പോഴായിരിക്കും മാറ്റുക. അതാണ് സംഭവം. ഓക്കെ, നമ്മുടെ സെക്ഷൻ ഇപ്പൊ ഒരു 1.5 മണിക്കൂർ ആയേക്കുവാണ്. അറിയാം സാറ് ഒരു നീണ്ട ദിവസത്തിന്റെ അവസാനത്തിലാണ്, അത്യാവശ്യം ടയേർഡാണെന്നൊക്കെ. എന്നിട്ടും ഞങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങള് തീർക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് സാറിന് മൈൻഡിന്റെയും ഞങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും നന്ദി അറിയിക്കുകയാണ്.